നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് HTML ID ആട്രിബ്യൂട്ട് ആണ്. നമ്മൾ നേരത്തെ ക്ലാസ് പഠിച്ച പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് HTML ID എന്ന് പറയുന്നത്. എന്നാൽ HTML ID എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിനും വ്യത്യസ്തമായ ID, അതായത് യുണീക്ക് ID ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ക്ലാസ് നമ്മൾ കൊടുത്തത് HTML എലമെൻറ്റ്സിന് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിന് നമുക്ക് സെയിം ക്ലാസ് നെയിം കൊടുത്തതിന് ശേഷം എല്ലാത്തിനെയും ഒരു പ്രത്യേക ഗ്രൂപ്പിലാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. എന്നാൽ ID എന്ന് പറയുന്നത് എല്ലാത്തിനും ഓരോ എലമെൻറ്റ്സിനും പ്രത്യേകം ID ഉണ്ടായിരിക്കണം, യുണീക്ക് ആയിട്ടുള്ള ID ഉണ്ടായിരിക്കണം. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഉദാഹരണമായി ടൊമാറ്റോ കൊടുക്കുന്ന ID നമ്പർ നമുക്ക് ഓറഞ്ചിന് കൊടുക്കാൻ സാധിക്കില്ല. സോ ഓരോന്നിനും പ്രത്യേകമായി കൊടുക്കണം. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഈ ID ഉപയോഗിച്ച് നമുക്ക് CSSലും അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. സോ നമുക്ക് ID കൊടുക്കുന്നത് നമ്മൾ ക്ലാസ് കൊടുത്ത പോലെ തന്നെ നമ്മളിവിടെ ID എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ നമുക്ക് ID നെയിം കൊടുക്കാം. സോ ഞാനിവിടെ വെജ് 1 എന്ന് കൊടുക്കുന്നു, ടൊമാറ്റോയുടേത്. അതുപോലെ ഓറഞ്ചിൻ്റെ ID ഞാൻ ഫ്രൂട്ട് 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ ഉണിയൻ്റെത് വെജ് 2 എന്ന് കൊടുക്കുന്നു. അതുപോലെ ആപ്പിളിൻ്റെത് ഞാൻ ID ഫ്രൂട്ട് 2 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ വെജ് 1 ഫ്രൂട്ട് 1 വെജ് 2 ഫ്രൂട്ട് 2 എന്ന് പറയുന്ന 4 ID കൊടുത്തു, 4 HTML എലമെൻറ്റ്സിന്. സോ നമ്മൾ ഇതിവിടെ ID നമ്മൾ ആവർത്തിച്ചിട്ടില്ല. സോ നമ്മൾ വ്യത്യസ്ത ഐഡികളാണ് കൊടുക്കേണ്ടത്, യുണീക്ക് ആയിട്ടുള്ള ഐഡികളാണ് കൊടുക്കേണ്ടത്. സോ നമുക്ക് ഈ ID ഉപയോഗിച്ച് നമ്മുടെ CSSൽ ഇതിന് ഒരു കളർ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി ടൊമാറ്റോയുടെ ID സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്തത് ഇതുപോലെ ഡോട്ട് കൊടുത്താണ്, എന്നാൽ ID സെലക്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഈ ഹാഷ് ടാഗ് കൊടുത്താണ്. അതിനുശേഷം നമ്മൾ ID നെയിം കൊടുക്കുക, വെജ് 1 എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോയുടെ ID ആയിരുന്നു. സോ നമ്മൾ വെജ് 1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ഗ്രീൻ കൊടുക്കുന്നു. സോ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ID സെലക്ട് ചെയ്ത ID ടൊമാറ്റോക്ക് മാത്രം അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഫ്രൂട്ട് 1 കൊടുക്കാം, ഫ്രൂട്ട് 1. സോ ഞാനിതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലൂ കൊടുക്കുന്നു. ബ്ലൂ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ ID എന്ന് പറയുന്നത് ഫ്രൂട്ട് 1 ആയിരുന്നു. സോ നമ്മൾ ഫ്രൂട്ട് 1 സെലക്ട് ചെയ്തപ്പോൾ അത് ഓറഞ്ചിന് അപ്ലൈ ആയി. അതുപോലെ നമുക്ക് വെജ് 2ൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. വെജ് 2 നമ്മൾ റെഡ് കൊടുക്കുന്നു. സോ നിങ്ങൾ കാണാം ഉണിയൻ, അതായത് വെജ് 2 എന്ന ID ഉള്ള ഉണിയൻ നമുക്ക് റെഡ് കളർ ലഭിച്ചു. അതുപോലെ ഫ്രൂട്ട് 2 നമുക്ക് കളർ ബ്ലൂ കൊടുക്കാം. സോ ഞാനിവിടെ ബ്ലൂ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട് 2 ചേഞ്ച് ആയില്ല. സോ നമുക്ക് കാരണം എന്താണെന്ന് നോക്കാം. ഫ്രൂട്ട് 2 ആപ്പിൾ ആയിരുന്നു. സോ ഫ്രൂട്ട് 2 നമ്മൾ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സോ ഞാനിവിടെ FRUIT2. ഓക്കെ, സോ നമ്മൾ ആദ്യം ആറില്ലായിരുന്നു. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് നമുക്കതവിടെ അപ്ലൈ ആയില്ല. സോ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ആപ്പിളിൻ്റെ കളർ ഫ്രൂട്ട് നമ്മളിവിടെ കൊടുത്ത അതേ കളർ ലഭിക്കുന്നു. സോ ഇതുപോലെ നമുക്ക് ID യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും നമുക്കിതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ID ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ HTML എലമെൻറ്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ CSSലെ ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നതാണ്. ID ഉപയോഗിച്ചും അതുപോലെ ക്ലാസ് ഉപയോഗിച്ചും നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന്. സോ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ID ഉപയോഗിക്കുന്നത്. IDയും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം, ക്ലാസ് നെയിം നമുക്ക് ഒന്നിലധികം HTML എലമെൻറ്റ്സുകൾക്ക് ഒരേ ക്ലാസ് നെയിം കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ID എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റ്സിനും പ്രത്യേകം യുണീക്ക് ആയിട്ടുള്ള ID ആയിരിക്കണം.